നമ്മളിന്ന് വന്നിരിക്കുന്നത് എസ്കേപ്പ് ദ മിസ്റ്റർ ഹെൽ സ്കൂൾ എന്ന് പറയുന്നത് തൊട്ടാണ്. ആ ഹെല്ലാണ് അല്ല 11, അവനാണ് ആ ഹെല്ല്. അത് നമ്മുടെ സമീൻ സാലുമാണ്. ഞാൻ സമീൻ സാലു അയാൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഷെയറും കൂടി ചെയ്തേക്കാം. എന്നെ തന്നെയാണല്ലോ ഈ പൊട്ട നോക്കണേ. ചെറുക അവന് പുറകെ വരുന്നുണ്ടോ? അല്ല, ഇപ്പം ഗെയിമൊക്കെ അപ്ഡേറ്റ് ചെയ്യും, എല്ലാവരും പുറകെ വരും. ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം സയൻസ് ക്ലാസ്സിൽ മാത്സ് ക്ലാസ്സിൽ കയറണം. മാത്സ് ക്ലാസ്സിൽ നിന്ന് തുടക്കം മോനെ. അതേ ആരൊക്കെ തൂങ്ങി പിടിച്ച് കരഞ്ഞുകൊണ്ട് എടുക്കണം. ഉമ്മി വാപ്പി രക്ഷിക്കുന്നെന്നും പറഞ്ഞു. ഞാനങ്ങനെ നല്ല എടുത്തുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കരയത്തുള്ളൂ. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. നേരെ അടിക്കറാം നിർന്നാനും അല്ലാവുന്നതല്ലേ. ഞാൻ പിന്നെ ഒരു കട്ടപ്പനക്കാരനാണ്. പിന്നെ ഒരു പെരുമ്പാവൂരുകാരനും കൂടി. പെരുമ്പാവൂരിൻ്റെ ഒരു ഭാഷ എനിക്ക് അത്ര കിട്ടിയുള്ള. ഇങ്ങോട്ടൊക്കെ ഞാൻ പോണ്ടേ. നിങ്ങളിത് എന്തിത്? നമ്മൾ ഈ വഴി തന്നെ പൊട്ട വന്നത്. അല്ലാവുമ്മ സില്ലി ഇതേ ലെവൽ. അടുത്ത ക്ലാസ്സിൽ കയറാനായിരിക്കും പഠിക്കാനായിട്ട്. മാത്സ് ക്ലാസ്സിൽ കയറിയതല്ല. അപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. എനിക്കിത് പണ്ടേ അറിയാമായിരുന്നു. ഇവൻ പണ്ട് ഉടായിപ്പാന്ന്. അതാണ് ഇങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കുന്നത്. അല്ലാഹുമ്മ സല്ലി. ഇപ്പോൾ ചാടൽ പാറിയിരിക്കുന്നു. അതെൻ്റെ ലാംഗ്വേജ് അങ്ങനെയുണ്ട്. ഈ ലാംഗ്വേജാണ്. തോറ്റല്ലോ. എന്താണ് നേതാവ്? നമ്മുടെ നേതാവ്. സ്കിപ്പ് എന്തായാലും സ്റ്റേജ് സ്കിപ്പാക്കാൻ പറ്റൂല. അങ്ങനെ ഏത് വഴിയാണ്? ലാവഴിയാണ്. ലാവിട മോസ്ത കുണാസ എക്കിനൂസ സുണാസ സപതപതപതാമ്പു താമ്പു തമ്പിടുക്ക് പോണ്ടി ശാമ്പു ശാമ്പു ചടിക്കിടങ്ങണ അർമാദം മണ്ടത്തല്ലക്കില്ലക്ക് അത് കാലം ഊല ഊലാല. നമ്മൾ നേരത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലല്ലേ കയറിയത്. നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറാൻ പറ്റുമോ? What is this? 2 ways to escape. We have 2 ways to escape. Oh my god, I like that. Okay, we come by that way. That is why you all are saying like that. I also think why is that game is like that. എങ്ങനെയുണ്ട് എൻ്റെ ഇംഗ്ലീഷ്? നിങ്ങൾക്ക് എൻ്റെ പിന്നെ പണ്ടേ അറിയാമല്ലോ. നിങ്ങൾക്കൊക്കെ നമ്മുടെ പണ്ടൊക്കെ ഇടില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ മൈൻഡ് എന്തോ എങ്ങനെ നീ പണ്ടേ കിടിലും. ഞാൻ പിന്നെ പണ്ടേ കിടില്ല. നിങ്ങളുടെ മൈൻഡ് കൂട്ടുന്നല്ല ഞാൻ. നിങ്ങളുടെ മൈൻഡ് പിന്നെ ഞാൻ കിടലായിരിക്കും. പിന്നെ എനിക്കൊരു 1 മില്യൺ അടിച്ചാൽ ഉറപ്പായിട്ടും ഫാമിലി മെമ്പേഴ്സിന് ഫുള്ള് കാണിക്കണമായിരിക്കും. അല്ല, ഞാൻ തീരെ ഫാമിലി മെമ്പേഴ്സിനെ കാണിക്കണേ. എനിക്ക് പണ്ട് എൻ്റെ അനിയത്തിക്കും എൻ്റെ ഇത്താത്താക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. പേരെന്താണെന്ന് വെച്ചാൽ ഇസാസ് വ്ളോഗ്. IZ3Z. പിന്നെ വ്ളോഗ് പിന്നെ കറക്റ്റാണ്. വ്ളോഗ് VLOG. അത് തന്നെയാണ്. ഇത് ആരെയൊക്കെ തിന്നണേ. എന്നാ വിശക്കൊണ്ട് ഞാൻ അപ്പുറത്തെ KFC പോയിട്ട് 2 ബർഗർ വാങ്ങിച്ചിട്ട് അണ്ണാ ആ വഴി പോകാൻ പറ്റുമോ? അണ്ണോ ഈ വഴി അടച്ചിട്ടേക്കുവാണെന്നോ. പ്രിൻസിപ്പാളിൻ്റെ ഉള്ളിൽ കയറി ഇരിപ്പുണ്ടാവുന്നു. അണ്ണാച്ചി പറയണേ കണ്ണാച്ചി. ചാവണം ബാൺ വേഴ്സസ് ഓക്കെ. മണത്തെ കബൂത്ത. ഞാനൊരു കൂട്ടാൻ്റെ പേര് പറയാൻ പറഞ്ഞായിരുന്നു. എടാ നിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ? എടാ എൻ്റെ പേര് ഒന്ന് പറയടാന്ന് തോന്നി. ഞാൻ പറയില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറുപ്പം കിടന്ന് കരഞ്ഞു. ചെറുപ്പം പറഞ്ഞില്ല. ചോദിച്ചു കൊടുക്കൂ. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ അവനെ വിളിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അവനെ വേണമെങ്കിൽ വിളിക്കാം. നോ പ്രോബ്ലം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പറയണല്ലേ. പിന്നെ വീഡിയോ കോൾ ഞാൻ വിളിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അവൻ്റെ സാധനത്തിൻ്റെ ഉള്ളിലാണല്ലോ പോയത്. അവൻ സ്വന്തമായിട്ട് വാങ്ങിയിട്ട സാധനം. സ്വന്തമായിട്ട് വാങ്ങിയിട്ട ടോയ്ലറ്റ് എന്ന് പറയണ കൊള്ളൂല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സാധനം എന്ന് പറഞ്ഞ്. നിങ്ങൾ വേറെ ഒന്നും വിചാരിച്ചില്ലല്ലേ. മീറ്റ് ഫോർ അക്കുബാനത്തോട്
ഞാൻ ചാടിയിട്ട് വീണ്ടും ചാടി. ആ വെള്ളത്തിലിട്ട് ചാടി. ആ വെള്ളം എന്നാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതെനിക്ക് ഹോട്ട് ഡോഗ്സാന്ന് വിചാരിച്ചു. ഇത് ആരുടെയൊക്കെ വിരള ഗൈസ്. ആ സാറ് പഠിക്കാത്ത പിള്ളേരെ വിരള അടിച്ച് ഇട്ടേക്കാൻ തോന്നി. സാറിനെനിക്ക് പണ്ടേ വിടായിപ്പ. ഇതെന്താണ്? What is this, guys? Want to escape from this? Oh, വീണ്ടും ഹോട്ട് ഡോഗ്സാ? അല്ല, ഹോട്ട് ഡോഗ്സ് അല്ല, ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. ഇവിടെ കിടന്ന് ചാടണോ? അതോ വീണ്ടും ഹോട്ട് ഡോഗ്സ് ആണോ? ഇനി ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ, അങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇത് എന്തോന്നിത്? ചെതിക്കിളങ്ങുന്നൊരർമാദം. ഇങ്ങോട്ട് പോകാൻ പറ്റുള്ള സത്യം ഇല്ലേ? വേണേ ഞാൻ നിങ്ങളിങ്ങനെ പറ്റിക്കുക. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണോ? അപ്പോൾ ചില പണ്ടേ സംശയം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അതൊക്കെ സമാധാനത്തോടെ അങ്ങോട്ട് പോകണം. ഇയാളിത് നമ്മൾ അവിടുന്ന് വന്ന് വീണെന്നോണേ. ഇനി അങ്ങോട്ട് പോകണം ഗൈസ്. നമ്മൾ ആ മേളിലത്തെ സാധനം കണ്ട സിങ്കൂട്ട്, ആ ചാമാനത്തിൽ വന്ന് വീണ് നമ്മൾ. ഹൊയ്, ഞാൻ പറഞ്ഞില്ലേ. ഇങ്ങനൊരു സാമാനല്ലേ അവിടെ ഇരുന്നേ. Wait a minute. It's ugly with 10 toys. Where are standing out in the summer? Mr. Po. ഇത് എൻ്റെ പെൻസിൽ വെറുതെ കാണാതെ ഇയാളെ കട്ടുകൊണ്ട് പോയതാ. ഒരു ഗെയിമിന് വേണ്ടി ഒരു അധ്യാപകൻ ഒരു പുള്ളിയുടെ പെൻസിൽ കട്ടുകൊണ്ട് പോകാൻ പാടുണ്ടോ മക്കളെ? നീഡ് സ്റ്റെഫോ ചത്തു. ഇവിടെ ബക്ക എന്ന് പറയുന്നുണ്ട്. എന്താ ചോരയാ അങ്ങനെ പറയണോട്ട്. ഇവിടെ എത്തി ഗൈസ് നമ്മള്. ഇത് കോപ്പിയാണോ? കോപ്പിയാണിത്. കോപ്പി ഗൈസ്, കോപ്പി അല്ല, കോപ്പിയല്ല. ആർട്ട് ക്ലാസ്സിലോട്ട് കയറണം. പാറ്റാനുണ്ട്, കുറച്ച് എനിക്ക് പാറ്റാനുണ്ട്. ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കുറച്ച് ഗിഫ്റ്റൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ തരാം കേട്ടോ. പൈസയൊക്കെ അയച്ചിറങ്ങി തരാം. എൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് ആവശ്യമില്ല. രാഷ്ട്രീയത്തോടെ പോകണമെന്ന് പിന്നെ പറയേണ്ടതെന്ന് ആവശ്യമില്ല. പിന്നെ താഴെ വീണ് ചാവേണ്ടതൊന്നും അതൊക്കെ എനിക്കറിയാവുന്നതാണ്. താഴെ വീണ് ചാവണമെന്നൊക്കെ അതിപ്പോൾ ഞാൻ തീരുമാനിക്കും എനിക്ക് എപ്പോൾ ചാവണമെന്നൊക്കെ. എടാ, ഞാൻ തീരുമാനിക്കും. എനിക്ക് എപ്പോൾ ചാവണം, എങ്ങനെ ചാവണമെന്നൊക്കെ. പിന്നെ പെയിൻറ്റ് മുങ്ങി ചാവാനും പെയിൻറ്റിൻ്റെ അടിയിൽ താഴെ വീണ് ചാവാനും എൻ്റെ വിധിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ തന്നെയിപ്പോൾ ഇതിവിടെ പറഞ്ഞേ. എനിക്ക് മറ്റേ കാര്യം ഓർത്തപ്പോൾ ദേഷ്യം വന്നു. ഒരു കാര്യമില്ല കേട്ടോ ഗൈസ്. നിങ്ങളിപ്പോൾ വിചാരിക്കാണ്ടായിരിക്കും എന്ത് കാര്യം. ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വെറുതെ പറഞ്ഞ് ഓടിയാലും എത്തും. ഞാൻ ഇങ്ങനെ പോകണം. അപ്പോൾ നല്ല ഡിസൈനൊക്കെ കിട്ടും. ഓടിയിട്ട് എത്തിയില്ല. അപ്പോൾ എത്തി. PE പറഞ്ഞായിരിക്കും. PE എന്നാണ് ഗൈസ്. എന്താണെന്നറിയാം, സംഭവം എല്ലാം അറിയണവരുണ്ട് പറയണോട്ട്. പ്ലീസ് PE, പ്ലീസ് മീൻ ബൈ PE ഗൈസ്. ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കണേ. ചാടിയിപ്പോൾ നിർത്താട്ടോ. ഒന്ന് ലീവാ നോക്കിയാൽ ചെറുക്കന്മാർ ചാടലിക്കും. ഉണക്കലി കറക്റ്റ് ബ്രഷിൽ കൂടി നടന്നു പോകണം. അപ്പം ഇപ്പം ഇവിടെ ആയിരുന്നെങ്കിൽ ഇതിനി ഇവിടെ ആയിരിക്കും. അല്ല, അതിനവിടെ ആയിരിക്കും. എനിക്കത് അറിയായിരുന്നു. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഗായ്സ്. അപ്പം നിങ്ങളെ പിന്നെ ഒന്നും ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ പുറത്ത് വന്നത്, അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ വന്നത്. എന്ത് ചെയ്യാനാണ്? നേരെ നടന്നു പോകണം. അവന്മാരൊന്നും ചെയ്യാൻ പോകില്ല. അതും ഇനി അവന്മാർ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ. നിങ്ങൾക്ക് എൻ്റെ സ്വപ്നം അറിയാലോ. അല്ല, എൻ്റെ സ്വപ്നം ഗായ്സ്. സൗണ്ടൊക്കെ പോയി ഗായ്സ്.
എൻ്റെ സ്വഭാവം അറിയാലോ എന്നാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. ഞാൻ ഇടയ്ക്കിടെ കട്ടാക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര ശബ്ദം. ഒന്നെറിഞ്ഞാൽ പിന്നെ ഇവനെറിയൂല. സൂക്ഷിച്ചു നോക്കണടാ ഉണ്ണി, ഇത് ഞാനടാ. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനറിയാം. ഏത് ഓർക്കാപ്പുറത്തേക്ക് ഇവന്മാരെ എറിയണേ. ഉമ്മർ ഒരേ എറിയുകൊണ്ട് തന്നെ നമ്മൾ താഴ്ക്കെടുക്കും. നമ്മൾ ട്രിക്ക് ഇവിടെ പറ്റൂല. ഹൈ, ഒരു ട്രിക്ക് ചെയ്യാൻ നോക്കിയെന്നാ താഴ്ക്കിടുന്നു. എത്ര ചെയ്തിരുന്നു പാതി. ഞാൻ നേരെ നടന്നു പോവാണ് ഗൈസ്. എനിക്കൊരു പേടിയില്ല, ഞാൻ നേരെ നടന്നു പോവാ. ഞാനും കഷ്ടപ്പെട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്, ബട്ട് നിങ്ങളെനിക്കൊന്നും തരണല്ലോ. അതെന്താണ് ഗൈസ് അങ്ങനെ ഒരു ടോക്ക്? ഗൈസ് 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 പൊന്നെ ദീദി ചേട്ടൻ അതുപോലെ വണ്ടി തരണ്ട് ചേട്ടാ. പേടിക്കണ്ടേ, ഞാൻ ഓടിച്ചു പോകത്തില്ലായിരുന്നു. ചേട്ടൻ എന്നെ വിശ്വാസമില്ല ചേട്ടാ. എൻ്റെ പൊന്ന എന്താണ് മത്സരമോ മക്കളെ? ഒന്നുകൊണ്ടും പേടിക്കണം മക്കളെ, ഞാൻ ജയിക്കും. ഞാൻ പറഞ്ഞില്ല മക്കളെ. എനിക്ക് വിശ്വാസമില്ലാന്നല്ലേ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലാന്നല്ലേ മക്കളെ? എൻ്റെ കളറൊക്കെ എന്താ പെട്ടെന്ന് മാറിയില്ല, എന്താണ്? ചത്താലും ഞാൻ തിരിച്ചു വരും മക്കളെ. പേടിക്കണ്ട മക്കളെ, പേടിക്കണ്ട. അടുത്ത കളിയായിട്ട് നമ്മൾ വരും. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും അടുത്ത കളിയിൽ. ഞാനിവിടെ ഉള്ള എല്ലാ സാധനവും മാറ്റിയെടുക്കില്ല. എടാ പിന്നെ ചാടൽ ഇതല്ലേ ചെപ്പ് ചാടല്? ഇതാണോ? അത് തന്നെ പറക്കാൻ പറ്റും. ഒറ്റ ചാട്ടലുകൊണ്ട് പറന്ന് നമുക്ക് അപ്പുറത്തെ പറമ്പിലെത്താൻ പറ്റും. കണ്ടോ ഗൈസ്, നമ്മൾ ഇവിടെ എത്തി. വി ആർ ഹിയർ ഗായ്സ്, വി ആർ എവിടെ ഹിയർ. അപ്പം ഇത്രയൊക്കെ ഉള്ള വീഡിയോ. അപ്പം ബൈ.